മതവിദ്വേഷവും വേർതിരിവും സൃഷ്ടിക്കുന്ന സാങ്കല്പിക കേരള സ്റ്റോറികൾ തിരശ്ശീലയിൽ ഒരുങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു വലിയ സന്ദേശവുമായി റിയൽ കേരള സ്റ്റോറി ലോകത്തിനു മുന്നിലെത്തുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തർക്കായി മസ്ജിദുകളും വീടുകളും തുറന്നു നൽകണമെന്നാണ് പാളയം ഇമാം VP സുഹൈബ് മൗലവിയുടെ ആഹ്വാനം. റമദാൻ കാലത്ത് വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് പ്രതിരോധിക്കണമെന്ന ഇമാമിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ്. അനന്തപുരി പൊങ്കാലച്ചൂടിലേക്ക് കടക്കുമ്പോൾ ജാതിമത ഭേദമന്യേ കൈകോർക്കുകയാണ് തലസ്ഥാന നഗരി. പെൺമയുടെ ഉത്സവത്തിനെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമായി പള്ളികളും മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളും തുറന്നു നൽകണമെന്നാണ് വെള്ളിയാഴ്ച നടന്ന ജുമാ നമസ്കാര പ്രസംഗത്തിനിടെ പാളയം ഇമാം ആഹ്വാനം ചെയ്തത്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിൻ്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. പൊങ്കാലയിടുന്ന ഭക്തർക്കായി പാളയം മസ്ജിദും സെന്റ് ജോസഫ് കത്തീഡ്രലും വാതിലുകൾ എന്നും തുറന്നിടാറുണ്ട്. പ്രാർത്ഥനകളുടെ സമയക്രമത്തിൽ പോലും മാറ്റം വരുത്തിയാണ് ഇതര മതസ്ഥരായ ഭക്തർക്ക് ഈ ആരാധനാലയങ്ങൾ തണലൊരുക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന മാതൃക ഇത്തവണയും വിപുലമായി നടപ്പിലാക്കാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.